മറ്റൊരു ദുഃഖവാർത്തയാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 മരണം, 50ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച റെയിൽവേ. ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, റെയിൽവേ മന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 15 പേരാണ് മരിച്ചിരിക്കുന്നത്. മറ്റ് 18 പേരാണ് മരിച്ചിരിക്കുന്നത്. 10ഓളം പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവർ ആശുപത്രികളിൽ ചികിത്സയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ വലിയ ദുരന്തം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സംഭവിക്കുന്നത്. 13, 14 പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിലുള്ള തിരക്ക്, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമായിരുന്നു. അതോടൊപ്പം പ്രയാഗ്രാജിൽ കുംഭമേള അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ ഈ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ വലിയ തിരക്ക് ഉണ്ടാവുകയും ആ തിരക്ക് നിയന്ത്രണാതീതമായതിനു ശേഷം ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹി സർക്കാർ നൽകുന്ന കണക്കുകൾ പ്രകാരം 18 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ 11 പേർ സ്ത്രീകളാണ്. ഒപ്പം 4 കുട്ടികളും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റത് ഏതാണ്ട് 50ഓളം പേർക്കാണ്. ഇവർക്ക് മികച്ച രീതിയിലുള്ള ചികിത്സ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. നിലവിൽ ലോക്നാരായൺ ജയപ്രകാശ് LNGP ആശുപത്രിയിലാണ് ഇവർക്ക് നിലവിൽ ചികിത്സ നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ പ്രമുഖ നേതാക്കളെല്ലാം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ സക്സേന, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, ഡൽഹിയുടെ ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി അതീഷി തുടങ്ങി പ്രമുഖ വ്യക്തികളൊക്കെ രാത്രിയിൽ തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ കാണുന്നതിനായി ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഏതായാലും അടുത്ത കാലത്തൊന്നും ഡൽഹിയിൽ ഇത്രത്തോളം വലിയ ഒരു ദുരന്തം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കുവാൻ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് എപ്പോഴും തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്. എന്നിട്ടും എങ്ങനെ ഇത്തരം ഒരു ദുരന്തം സംഭവിച്ചു എന്നതാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. നിലവിൽ റെയിൽവേയുടെ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ റെയിൽവേ അടിയന്തരമായി യോഗം ചേരുകയും കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ഈ വലിയ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവിക. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 14, 15 പ്ലാറ്റ്ഫോമുകളിൽ അനിയന്ത്രിതമായ തിരക്ക് വന്നതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. ഒരുപക്ഷെ മറ്റ് 2 ട്രെയിനുകൾ, അതായത് ഭുവനേശ്വർ രാജധാനി സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്സുകൾ വൈകിയതാണ് ഇത്തരത്തിലുള്ള ഒരു തിരക്ക് ഉണ്ടാകാൻ ഇടയാക്കിയത് എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും അനിയന്ത്രിതമായ തിരക്ക് തന്നെയായിരുന്നു കാരണം. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും റെയിൽവേ സ്വീകരിക്കുക? ഈ ചികിത്സയിലുള്ളവരുടെ അടിയന്തര ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? രോഹിണി, ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ ആശുപത്രി ഡൽഹിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവർക്ക് മികച്ച രീതിയിലുള്ള ചികിത്സ നൽകുന്നത്. മരണസംഖ്യ ഉയരാതെ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ശുശ്രൂഷ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ ഊർജ്ജസ്വലമായി കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെയും ഒപ്പം ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ ഉന്നതതല അന്വേഷണം നടക്കുന്നത്, ഇതിലെന്തെങ്കിലും അട്ടിമറി സാധ്യതകൾ ഉണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള ഒരു പരിശോധനയാണ്. കാരണം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് എപ്പോഴും തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്. അവിടെ അടുത്ത കാലത്തൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ വീക്കെൻഡുകളിൽ, ആഴ്ചകളുടെ അവസാന ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ വിശേഷാൽ ദിവസങ്ങളിലുമൊക്കെ വലിയ തിരക്ക് മുൻപ് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നതാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടെ റെയിൽവേ പോലീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ എങ്ങനെ ഇത്ര വലിയൊരു റഷ് ഉണ്ടായി, അല്ലെങ്കിൽ അതിൽ ദുരൂഹമായ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ റെയിൽവേക്ക് മനസ്സിലാകും. അവിടുത്തെ CCTV ഫുട്ടേജുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതേസമയം ഈ ദുരന്തത്തെ അനുശോചിച്ചുകൊണ്ട് നേതാക്കളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് 2 ട്രെയിനുകൾ വൈകിയെത്തി, അതായത് 13, 14 പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തേണ്ടിയിരുന്ന 2 ട്രെയിനുകൾ വൈകിയെത്തിയതും
അതുപോലെ തന്നെ പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന ഒരു അഡീഷണൽ ട്രെയിൻ, ഒരു പ്രത്യേക ട്രെയിൻ കുംഭമേളയ്ക്കായി പ്രത്യേകം സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ കുംഭമേളയ്ക്കായി ഉള്ള ട്രെയിനിൽ പോകുന്നതിന് വേണ്ടി വലിയ തിരക്ക് പ്ലാറ്റ്ഫോമുകളിൽ രൂപപ്പെട്ടു. അതേസമയം തന്നെ 13, 14 പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തേണ്ട 2 ട്രെയിനുകൾ സമയം തെറ്റിച്ച് എത്തുകയും ചെയ്തതോടുകൂടി നിയന്ത്രണാതീതമായ തിരക്ക് ഈ 3 പ്ലാറ്റ്ഫോമുകളിൽ രൂപപ്പെട്ടതാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. ഗൗതം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ അപകടം തന്നെയാണ് ഉണ്ടായത്. അട്ടിമറി സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ തന്നെ വരുന്നുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം യാത്രക്കാർ, ഇതെല്ലാം ന്യൂഡൽഹി എന്ന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രധാന ഒരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഇത് അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സാധാരണമായ രീതിയാണ്. അപ്പോൾ ഒരു വലിയ തിക്കിലേക്കും തിരക്കിലേക്കും വരിക, അത് അപകടകരമായ രീതിയിൽ ഇങ്ങനെ ഒരു മരണസംഖ്യയിലേക്കൊക്കെ എത്തണമെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധമുള്ള ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി സംശയത്തിന്റെ നിഴലെങ്കിലും ഉണ്ടോ? രോഹിണി, ഈ ഘട്ടത്തിൽ അതേപറ്റി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. കാരണം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എപ്പോഴും തിരക്കുണ്ടാകുന്ന ഒരു സ്റ്റേഷനാണ്. അവിടെ വലിയ ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്റ്റേഷനാണ്. 12 മണിക്കൂറിലും, അതായത് 24 മണിക്കൂറും, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിലും വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്റ്റേഷനിൽ എങ്ങനെയാണ് ഇത്രത്തോളം വലിയൊരു ദുരന്തം ഉണ്ടായത് എന്ന വലിയ സംശയം സ്വാഭാവികമായും ആളുകൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയിൽ തന്നെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം റെയിൽവേയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. CCTVകളും അതോടൊപ്പം തന്നെ അല്ലാതെയും ഒക്കെയുള്ള പരിശോധന ഇതിനകം ഇന്ത്യൻ റെയിൽവേയുടെയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. കാരണം പ്രയാഗ്രാജിൽ കുംഭമേള തുടങ്ങിയതിനു ശേഷം ഇത് 2ാമത്തെ ദുരന്തമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. അതായത് കുംഭമേള നഗരിയിലും സമാനമായ രീതിയിൽ ഒരു തിരക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ട് വളരെ ബോധപൂർവമായി അവിടെ ഒരു തിരക്ക് രൂപപ്പെട്ടതാണ് എന്നൊക്കെയുള്ള സംസാരം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിപ്പോൾ 2ാമത് വീണ്ടും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലും സമാനമായ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ സംശയിക്കുന്ന ആംഗിളുകൾ രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം ഈ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏതായാലും അടുത്ത കാലത്ത് രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന്റെ കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ 3 ട്രെയിനുകൾ വൈകിയെത്തി എന്നുള്ളതാണ്. 12, 13 പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തേണ്ട ട്രെയിനുകൾ വൈകിയെത്തിയതും അതോടൊപ്പം തന്നെ ഈ പ്രയാഗ്രാജിലേക്ക് പ്രത്യേക തീവണ്ടി സർവീസ് നടത്തിയതിൽ കയറുന്നതിനായി ഏതാണ്ട് 1500-ലധികം ജനറൽ ടിക്കറ്റുകൾ ഇന്നലെ മാത്രം വിറ്റുപോയി എന്നാണ് റെയിൽവേ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ പോകാനായി എത്തിയിട്ടുള്ള വലിയ ആൾക്കൂട്ടവും മറ്റ് 2 ട്രെയിനുകൾ വൈകിയെത്തിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു റഷും ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയോ അല്ലെങ്കിൽ ബോധപൂർവമായി അവിടെ ഒരു തിരക്കും പാനിക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. രോഹിണി, ശരി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ചു. 50ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച റെയിൽവേ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ. ഗൗതം അനന്തനാരായണനാണ് വിശദവിവരങ്ങൾ നൽകിയത്.